നമസ്കാരം. അപ്പോൾ ഇന്ന് വെജ് കട്ട്ലേറ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു വെജ് കട്ട്ലേറ്റ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു 2 വലിയത് എടുത്തിട്ടുണ്ട്, ബീട്രൂട്ടും 2 എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് കുക്കറിലൊന്ന് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ക്യാരറ്റും പൊട്ടറ്റോയും ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് ഞാൻ ഗ്രേറ്ററിലൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത്. ഇനി ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുത്തിരിക്കുന്നത്. കറിവേപ്പിലയും സവാളയും 3-4 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ കുറച്ചിട്ടാൽ മതി, പച്ചമുളകിൻ്റെ എരിവുള്ളതുകൊണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ബീട്രൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനുള്ളിൽ കുറച്ച് വെള്ളമയമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് വറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 5-6 സെക്കൻഡ് മതി കേട്ടോ നമ്മുടെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കാം നമുക്കിത്. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും പൊട്ടറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. 1.5 ടീസ്പൂണ് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ചേർത്തെടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മൾ കട്ട്ലേറ്റിൻ്റെ പിടിക്കുമ്പോൾ പൊട്ടാതെ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒരു സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമുക്ക് കട്ട്ലേറ്റിന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. നമ്മൾ കൈ പിടിക്കാവുന്ന ആ ഒരു ചൂടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് റൗണ്ടോ സ്ക്വയറോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പോ ഏതാ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതേ രീതിയിൽ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കട്ട്ലേറ്റ്. അപ്പോൾ ഈ ഒരു നോയമ്പ് കാലത്ത് വെജ് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിള്ളേർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേ രീതിയിലൊക്കെ ആക്കിയാൽ അവർ 1-2 ഒക്കെ കഴിക്കും ബീട്രൂട്ടൊക്കെ. അപ്പോൾ അതെല്ലാം നമുക്കിതുപോലെ ഒന്ന് പിടിച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കൊരു കോട്ടിങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയാണ് കേട്ടോ ഞാൻ അടിച്ച് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്ക് പകരം മൈദയുടെ മാവ് കലക്കിയാലും മതി കേട്ടോ. അപ്പം ഞാൻ മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുട്ടയിൽ ആദ്യം മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഇതേ രീതിയിലൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എളുപ്പം പെട്ടെന്ന് പരിപാടി തീരും. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഞാനപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി. ഒരുപാട് മുങ്ങിത്താന്ന ആ ഒരു രീതിയിലല്ല കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണ കുടിക്കുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഓയിലും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മുക്കി പൊരിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ 2 വശം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ കട്ട്ലേറ്റും ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ, അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.